ഈ തിരുനാൾ ആചരിക്കുമ്പോൾ ഇടവകയിലെ വൈദികർ ഒന്നു ചേർന്ന് ഈ സായാഹ്നത്തിൽ ബലിയർപ്പിക്കാറുണ്ട്. ഏകദേശം ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന 13ഓളം വൈദികരെ നമ്മുടെ ഈ നാട്ടിൽ നിന്നുണ്ട്. ഏകദേശം 35ഓളം സിസ്റ്റേഴ്സ് നമ്മുടെ ഈ കൊച്ച് ഇടവകയിൽ നിന്നുണ്ട്. പാരമ്പര്യം നോക്കിയാൽ ഒരു പക്ഷേ ഏറ്റവും പഴക്കമുള്ള ഈ തള്ള ഇടവക ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്തിട്ടുണ്ട്. ഒരു പക്ഷേ ഈ അനാമാവിൻ്റെ പേരക്കുട്ടിയായ കപ്പൽപ്പള്ളിയിലാണ് ഇപ്പം ഞാൻ. അതുപോലെ ഈ തീരദേശത്തുള്ള ഒരുപാട് പള്ളികളുടെ മാതൃ ദേവാലയമാണ് നമ്മുടെ അനാമാവ് പള്ളി. അതിൻ്റെ ഏറ്റവും പഴക്കമുള്ള ഒരു കപ്പേളയാണ് ഇന്ന് ഇത് നമുക്കറിയാം. ഈ കപ്പേളയുടെ തിരുനാൾ ആചരിക്കുമ്പോൾ ഒത്തിരിയേറെ സന്തോഷമുണ്ട്. ഞങ്ങൾ ഈ നാട്ടിൽ ജനിച്ചു വളർന്ന എല്ലാ വൈദികർക്കും നിങ്ങളെപ്പോലെ തന്നെ അല്ലേ. ഏറ്റവും പ്രിയപ്പെട്ട ജോണച്ചനുണ്ട്. വർഷങ്ങളായി ഞങ്ങളുടെ സീനിയർ വൈദികരിലാണ് കുർബാനയ്ക്ക് പ്രാധാന്യം കൊടുക്കുക. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ഞങ്ങളുടെയൊക്കെ ദൈവവിളികളുടെ അടിസ്ഥാനം ഈ മാതാവിൻ്റെ മണ്ണിൽ നിന്നാണ്. കുട്ടിക്കാലം മുതൽ ഇവിടെ വരികയും പരിശുദ്ധമ്മയുടെ ഒരുപാട് ചിന്തകള്, പ്രാർത്ഥനകള് ഉള്ളിലേക്ക് കടന്നു പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക്. എന്തുകൊണ്ട് അമ്മയെപ്പോലെ 100% ദൈവത്തിന് കൊടുത്ത് ജീവിച്ചുകൂടാ എന്നൊരു ചിന്ത ചിലപ്പോഴെങ്കിലൊക്കെ എൻ്റെ മനസ്സിലും മറ്റു വൈദികരുടെ മനസ്സിലൊക്കെ കടന്നു വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളൊക്കെ ഇന്ന് വൈദികരായിട്ട് ജീവിക്കുന്നത്. പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാനധികം കൂടുതലൊന്നും പറയുന്നില്ല. നമുക്കറിയാം ആരാണ് ഒരമ്മ എന്ന് ചോദിച്ചാൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടുപ്പമുള്ള ഒരു മനുഷ്യജന്മമാണ് അമ്മ. അത് കഴിഞ്ഞേ അപ്പനൊക്കെ വരുന്നുള്ളൂ. ഞാൻ ഒരുപാട് തവണ ചിന്തിച്ചിട്ടുണ്ട്, അപ്പനോട് നമുക്ക് വലിയ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇവിടെ ഇരിക്കുന്ന ആണുങ്ങൾ ചിലപ്പോൾ സങ്കടപ്പെടും. എന്നാൽ പോലും അമ്മ കഴിഞ്ഞേ അപ്പനോട് അറ്റാച്ച്മെന്റ് ഉണ്ടാവുള്ളൂ. അതിന് കാരണം തേടി ഞാൻ പല പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. അതിലേറ്റവും രസകരമായ ഒരു ചിന്ത കിടക്കുന്നത് ബൈബിളിൽ തന്നെയാണ്. സൃഷ്ടികളിൽ ഏറ്റവും നല്ല സൃഷ്ടി ഏതാണ്, അല്ലെങ്കിൽ അവസാനത്തെ സൃഷ്ടി എന്താണ്? അത് സ്ത്രീയാണ്. ദൈവം 6 ദിവസം എടുത്തു മനുഷ്യനെ ഉണ്ടാക്കാൻ. പ്രപഞ്ചത്തെ മുഴുവൻ ഒരു വാക്കുകൊണ്ടാണ് ദൈവം സൃഷ്ടിച്ചത്. നമുക്കറിയാം വാക്കാണ് സൃഷ്ടിയുടെ അടിസ്ഥാനം. അതിലേക്ക് വരാം. ഉണ്ടാകട്ടെ എന്ന വാക്കുകൊണ്ട് പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിന് തോന്നി ഇത് കൊണ്ട് നടക്കാൻ ഒരാൾ വേണം. നമുക്കറിയാം ഇന്നും ഒരുപാട് സമ്പത്തുകൾ ദൈവം നമുക്ക് തരുന്നുണ്ട്. ആ സമ്പത്തുകളിൽ ഒരേ ഒരു സമ്പത്തിനെ ജീവനുള്ളൂ, അത് മനുഷ്യ സമ്പത്താണ്. ബാക്കിയുള്ള സമ്പത്തുകൾ ഏതാന്ന് ചോദിച്ചാൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, മാൻ, മണി, മെറ്റീരിയൽ, മെഷീൻ, ടൈം ആൻഡ് നോളജ്. ഇതിൽ മനുഷ്യ സമ്പത്തിന് മാത്രമേ ജീവനുള്ളൂ. ബാക്കി എല്ലാ സമ്പത്തിനെയും നിയന്ത്രിക്കുന്നത് മനുഷ്യനാണ്. പക്ഷെ ബോധം കൂടിയിട്ടാണോ കുറഞ്ഞിട്ടാണോ എന്നറിയില്ല, നമ്മൾ മറ്റ് സമ്പത്തുകളുടെ പുറകിൽ ഓട്ടമാണ്. മനുഷ്യനെ കുറിച്ചുള്ള മനുഷ്യ സമ്പത്തുകൾ കുടുംബത്തിലെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ ആരെയും കുറ്റപ്പെടുത്തല്ല, വീട്ടിൽ തന്നെ നോക്കും നമ്മൾ, പ്രത്യേകിച്ച് കേരളത്തിലെ. അതിലൊരു വയോജന ഗ്രാമമായി കേരളം മാറിക്കൊണ്ടിരിക്കുക. എന്തുകൊണ്ടാ? മക്കളാകും 1-2 പേരുള്ളൂ, അവരൊക്കെ പോയി കഴിഞ്ഞു. മനുഷ്യ സമ്പത്ത് കുറഞ്ഞു വരുന്നു. ബാക്കി എല്ലാവരും നെട്ടോട്ടം ഓടുന്നത് ബാക്കി സമ്പത്തുകളിലാണ്. ദൈവം 6-ാം ദിവസം തീരുമാനമെടുത്തു ഞങ്ങളുടെ ആണുങ്ങളുടെ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കാൻ. പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് ടെർമിനോളജിയാണ്. അതായത് ആദ്യം ഒരെണ്ണം ഉണ്ടാക്കും, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ഉണ്ടാക്കുള്ളൂ. അങ്ങനെ ആണുങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ദൈവത്തിന് മനസ്സിലായി എന്തോ ഒരു കുറവ് അവനുണ്ട്. കാരണം ദൈവം ഓഡിറ്റിംഗ് ഒക്കെ കഴിച്ചു. അങ്ങനെയാണ് സ്ത്രീകൾ ഉണ്ടാക്കാൻ പോയത്. ഇത് ബൈബിളിലെ കഥയാണ് കേട്ടോ, കൂടുതലൊക്കെ നിങ്ങൾ വായിച്ചോളെ. അതുകൊണ്ട് തന്നെ സൃഷ്ടികർമ്മത്തിലെ ഏറ്റവും നല്ല സൃഷ്ടിയാന്തെന്ന് ചോദിച്ചാൽ ബൈബിൾ പറയും അത് സ്ത്രീയാണ്. അതിൽ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. കാരണം ദൈവത്തിന്റെ അവസാന ടച്ച്, ദ മാസ്റ്റേഴ്സ് ടച്ച് എന്ന് പറയുന്നത് സ്ത്രീയാണ്. അതുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ അമ്മമാരാണ്
ഈ ഭൂമിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ. ഇനി ഒരു പരിധി കൂടെ കടന്നാൽ ഒരു അമ്മയുടെ ജീവിതം എടുത്തു നോക്കുക. ഒരു പക്ഷേ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ മൂർത്തിഭാവം എന്ന് പറയുന്നത് സ്വയം മറന്ന് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ്. ഒരു അമ്മ കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോൾ ബൈബിൾ എഴുതും, അല്ലെങ്കിൽ നമ്മളൊക്കെ പറയാറുണ്ട്, ഈറ്റുനോവ് അനുഭവിക്കുന്നുണ്ട് അവൾ. കുഞ്ഞിന് വേണ്ടി എല്ലാം വേണ്ട എന്ന് വെച്ച് സ്നേഹം ഗർഭം ധരിച്ച് അവൾ അതിന് ജന്മം കൊടുക്കുന്നു. അതുകൊണ്ടാണ് ഈ അമ്മയോട് എല്ലാ മക്കൾക്കും അറ്റാച്ച്മെന്റ് ഉള്ളത്. പരിശുദ്ധ അമ്മയുടെ ജീവിതവും ഇതൊക്കെ തന്നെയാണ്. നമ്മൾ പഠിക്കേണ്ട പാഠവും ഇതൊക്കെ തന്നെയാണ്. അമ്മ ദൈവത്തിന്റെ സ്വരം കേട്ടു. മക്കൾ ശ്രദ്ധിക്കുക, അമ്മയിൽ സൃഷ്ടി തുടങ്ങുന്നത് സ്വരത്തിൽ നിന്നാണ്. ഗബ്രിയേൽ ദൈവദൂതൻ പരിശുദ്ധാത്മാവിനാൽ നിവേശിതയായി കൃത്യമായി ദൈവത്തിന്റെ കൽപ്പന പരിശുദ്ധ അമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട്. അവൾ ആദ്യം കലഹിക്കുന്നുണ്ട്, ഇതിന്റെ അർത്ഥം മനസ്സിലാവാതെ. ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനറിയില്ലല്ലോ. എന്നിട്ടും അവസാനം കലഹം കഴിയുമ്പോൾ അമ്മ പറയുന്ന വാചകം എന്താ? ഇതാ കർത്താവിന്റെ ദാസി. എന്നിട്ട് സ്നേഹം തന്നെയായ ദൈവത്തെ ഗർഭം ധരിക്കും. നമുക്കറിയാം, സ്നേഹത്തിന് പ്രത്യേകതയുണ്ട്. അതുള്ളിൽ നിറഞ്ഞാൽ പിന്നെ കാലുകൾ വെറുതെ ഇരിക്കില്ല, തിടുക്കം കൂടും. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിലെ നമ്മെ ചലിപ്പിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ അത് സ്നേഹമാണ്. സ്നേഹം എവിടെ കുറഞ്ഞോ അവിടെ മടുപ്പ് വരും. ഉദാഹരണത്തിന്, ഞാൻ ഇടവകയിൽ പ്രവർത്തിക്കുമ്പോൾ ഏത് ഇടവകയായിക്കൊള്ളട്ടെ, ആ ഇടവകയോട് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ ചലിക്കാൻ തുടങ്ങും. ഇഷ്ടം കുറഞ്ഞാലോ ചലനം കുറയും. ഞാൻ എപ്പോഴും പറയുന്ന ഉദാഹരണമുണ്ട്. കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകള് വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കുക. കല്യാണം കഴിച്ചവരെ അല്ലേ, എന്തായിരുന്നു ആദ്യത്തെ 2-3 വർഷം? എന്തായിരുന്നു ചലനം അല്ലേ? കെട്ടിയവന് വേണ്ടി കാത്തിരിക്കുന്നു, കെട്ടിയോൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഒരു ഫോൺ വിളി വന്നില്ലെങ്കിൽ ഹാർട്ട് ബീറ്റ് കൂടുന്നു. അന്ന് ഫോണില്ല എങ്കിലും ഒന്ന് കണ്ടില്ലെങ്കിൽ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നു. പക്ഷെ വഴിയിൽ എപ്പോഴോ, നാളുകൾ കഴിഞ്ഞപ്പോഴെപ്പോഴോ ആ ചലനം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എൻ്റെ ഉള്ളിൽ എവിടെയോ ഇഷ്ടം കുറഞ്ഞു. സ്നേഹത്തിന് ഒരേ ഒരു അളവുകോലേ ഉള്ളൂ, ഹൃദയമിടിപ്പാണ്. അതുകൊണ്ടാണ് ഹൃദയമിടിപ്പോടെ ജീവിച്ച വ്യക്തിയായിരുന്നു പരിശുദ്ധ അമ്മ എന്ന് ബൈബിൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും. കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും അമ്മ ശ്രദ്ധിച്ചു. ആദ്യത്തെ അത്ഭുതങ്ങൾ നോക്കുക. കാനായിലെ കല്യാണ വിരുന്നിൽ ഒരു കല്യാണം കൂടാൻ അമ്മ പോയതാ. പക്ഷെ അമ്മ അടക്കള വരെ പോയി നോക്കി. ആ ഉടമസ്ഥന്റെ വേദനകള് സ്വന്തം വേദനയായി ഏറ്റെടുത്തു. അതുകൊണ്ട് തന്നെ അമ്മയുടെ ഹൃദയമിടിപ്പ് കൂടി. ഓർക്കണം, അമ്മയുടെ തിരുനാൾ ആചരിക്കുമ്പോ എൻ്റെ ഉള്ളിൽ എത്രമാത്രം സ്നേഹമുണ്ട്, സ്നേഹം എത്രമാത്രം ഞാൻ ഗർഭം ധരിക്കുന്നുണ്ട്, ആ സ്നേഹത്തിനനുസരിച്ച് എത്രമാത്രം ചലനങ്ങൾ എന്നിൽ സംഭവിക്കുന്നുണ്ട്. ബൈബിൾ എന്നെ പഠിപ്പിച്ചിട്ടുള്ള സ്നേഹത്തിന്റെ നിർവചനമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിലെ ഞാൻ സേവനം അവസാനിപ്പിച്ച് ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് പോകുമ്പോൾ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഡോക്ടർ ആലപ്പാട്ടച്ചനോട് ചോദ്യം ചോദിച്ചു, റോയ്, നിനക്ക് എന്താണ് ഇവിടെയുള്ള ഡോക്ടേഴ്സിനോടും നഴ്സുമാരോടും പറയാനുള്ളത്? മിഷൻ ഹോസ്പിറ്റലിലെ ചാപ്പലിൽ നിന്നപ്പോൾ പരിശുദ്ധാത്മാവ് തോന്നിപ്പിച്ച ഒരു ചിന്ത ഞാൻ അവർക്ക് കൊടുത്തു. സ്നേഹം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി നൊമ്പരപ്പെടാനുള്ള മനസ്സാണ്. മറ്റുള്ളവർക്ക് വേണ്ടി വേദനകളും സഹനങ്ങളും ഏറ്റെടുക്കാനുള്ള മനസ്സാണ് സ്നേഹമെന്ന് പറയുന്നത്. ഒരു പക്ഷേ അമ്മയുടെ ജീവിതം, അത് സ്വന്തം അമ്മയായിക്കൊള്ളട്ടെ പരിശുദ്ധ അമ്മയായിക്കൊള്ളട്ടെ, ഈ അമ്മയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നതും ഹൃദയത്തുടിപ്പോടെ ജീവിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. ഞാനത് പറയാനുള്ള കാരണമുണ്ട്. കാരണം അറിഞ്ഞോ അറിയാതെയോ ഈ ഹൃദയമിടിപ്പ് കുറവുള്ള ഒരു സമൂഹമായിട്ട് നമ്മൾ വളരുന്നുണ്ട്. ഞാൻ പലപ്പോഴും പറയും, ഒരു പ്ലാസ്റ്റിക് കമ്മ്യൂണിറ്റി എന്നാണ് പറയുക. ഒരു പൊട്ടക്കഥയുണ്ട്, നമ്മളൊക്കെ കേട്ടിട്ടുള്ളതാണ്. എന്താണ് ഈ പൊട്ടക്കഥ എന്ന് ചോദിച്ചാൽ, ഒരു ഫ്ലാറ്റ്, ഈ ഫ്ലാറ്റിൽ കുട്ടികളൊക്കെ ഉണ്ട്. 4 മണിയാവുമ്പോൾ ഇവർ താഴെ കളിക്കാൻ വരും. നിങ്ങൾ ചിലപ്പോൾ വേദപാഠ ക്ലാസ്സിലൊക്കെ കേട്ടിട്ടുണ്ടാവും. കുട്ടികൾ കളിക്കാൻ വരുമ്പോൾ കുട്ടികളുടെ കൂടെ അമ്മമാര് പാർക്കിലൊക്കെ വന്നിരിക്കും. അപ്പോൾ ഒരു പട്ടാളക്കാരന്റെ ഒരു ഫ്ലാറ്റ് ഏകദേശം 10ാം നിലയുടെ മുകളിലാണ്. അദ്ദേഹത്തിന്റെ ജനാലയോട് വന്ന് എല്ലാ ചെടികൾക്കും വെള്ളം നനയ്ക്കും. ഇതൊരു പൊട്ടക്കഥയാണ്, പക്ഷെ എങ്കിലും അർത്ഥമുണ്ട്. ഈ ചെടികൾ എല്ലാ ദിവസവും നനയ്ക്കുന്ന കാണുമ്പോൾ അമ്മമാരെ കുട്ടികളൊക്കെ വിളിക്കും. എന്നിട്ട് പറയും, കണ്ട ആ ചേട്ടനെ കണ്ടുപഠിക്ക്, എന്ത് കൃത്യമായി സമയത്ത് എന്ത് ജോലിയാണ് ചെയ്യുന്നത്. ഇതെല്ലാം അമ്മമാരുടെ സ്വഭാവമാണ്. അല്ല, കുട്ടിക്കാലം മുതലേ നമ്മുടെ അമ്മയും ചെയ്തിട്ടുണ്ട്. എന്താ, കണ്ടുപഠിക്കുക അവനെ, കണ്ട അവനെ ജോഷിനെ കണ്ടുപഠിക്ക്, സ്റ്റാലിനെ കണ്ടുപഠിക്ക്, ഇങ്ങനെ പല പേരുകളെടുത്ത് നമ്മളെ കമ്പയർ ചെയ്യും. നമ്മുടെ അമ്മമാരുടെ സ്വഭാവമാണ്. അങ്ങനെ സഹി കെട്ട ഒരു പയ്യനെ, ഒരു വികൃതി പയ്യനെ ഒരു ചിന്ത തോന്നി, ഈ മഴക്കാലത്ത് എന്തിനാ ഈ പട്ടാളക്കാരൻ നനയ്ക്കുന്നത്? കാരണം മഴ പെയ്യുമ്പോഴും ഇയാൾ 4 മണിക്ക് വാട്ടർ കെറ്റിലെടുത്ത് നിൽക്കുകയാണ്. ഈ പയ്യൻ നേരെ 10ാം നിലയുടെ മുകളിലേക്ക് ചെല്ലും.
ഇയാളുടെ ഫ്ലാറ്റിലേക്ക് ചെല്ലും. നോക്കുമ്പോൾ ഇയാൾ നനയ്ക്കുന്നുണ്ട്. പക്ഷേ ആ പാത്രത്തിന് അടിയിൽ മൂടില്ല. വെറുതെ ഒരു പാത്രം പിടിച്ച് എല്ലാ ചെടിയുടെ അടുത്തും പോയി നിൽക്കുകയാണ്. താഴെ നിന്ന് നോക്കുന്നവർക്കോ ഇയാൾ നനയ്ക്കാണെന്ന് തോന്നും. ഉടനെ കുട്ടി ഓളിയിട്ടു. എന്നിട്ട് പറഞ്ഞു, ചേട്ടൻ ചെയ്യുന്നത് കള്ളത്തരമാണ്, താങ്കൾ ഒരു ഫ്രോഡാണ് എന്നും പറഞ്ഞ് ബഹളം വെച്ചപ്പോ ഈ പട്ടാളക്കാരൻ കുട്ടിയോട് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്. എന്റെ മോനെ, ഈ പാത്രത്തിന് അടിയിൽ മൂടില്ല എന്ന് മാത്രമേ പറയാവൂ, ഈ ഇരിക്കുന്ന ചെടികള് പ്ലാസ്റ്റിക് ആണെന്ന് പറയരുത്. ഇതാണ് കഥയുടെ അവസാനം. എന്നിട്ട് ഈ കഥാകൃത്ത് എഴുതും, ഇന്ന് കേരളം ഒരുപാട് പ്ലാസ്റ്റിക് മനുഷ്യന്മാരുടെ ജീവിതമുള്ള കേരളമാണ്. എന്താണ് അർത്ഥം എന്നറിയോ? എന്നെ കാണുമ്പോൾ ഭയങ്കര ചിരിയാണ്, വെരി ഗുഡ് അല്ലേ, മുഖംമൂടിയാണ്, ഉള്ളിൻ്റെ ഉള്ളിൽ ദേ വരുന്നു അച്ഛൻ ഡാഷ് 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 അല്ലേ. ഞാൻ അങ്ങനെ പറയുന്നില്ലെങ്കിൽ പോലും കെട്ടിയോനെ കാണുമ്പോൾ ഒരു ഡയലോഗ്, അപ്പുറത്തേക്ക് തിരിഞ്ഞാലോ വേറൊന്ന്. അങ്ങനെ മുഖം മൂടികൾ വെച്ച് ജീവിക്കുന്ന ഒരു സമൂഹത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഇവിടെ പരിശുദ്ധ അമ്മ നമ്മുടെ മുന്നിൽ വെക്കുന്ന ഒരു ചലഞ്ചുണ്ട്. എത്രമാത്രം ആത്മാർത്ഥതയോടുകൂടെ, ഹൃദയ തുടിപ്പോടുകൂടെ എനിക്ക് ജീവിക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ജീവിക്കാൻ തുടങ്ങണമെങ്കിൽ ആദ്യമുള്ളിൽ സ്നേഹം നിറയണം. ഞാൻ ആയിരിക്കുന്നിടത്ത് എൻ്റെ കർമ്മമണ്ഡലം എന്തായിക്കൊള്ളട്ടെ, ചിലപ്പോൾ കുടുംബമാകാം, ചിലപ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന ഇടമാകാം, ചിലപ്പോൾ എൻ്റെ ജോലി സ്ഥലമാകാം, ചിലപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളാകാം. എവിടെയാണോ ഞാൻ ആയിരിക്കേണ്ടത് അവിടെ 100% സ്നേഹത്തോടുകൂടെ പെരുമാറാൻ പഠിക്കുക. അപ്പോഴാണ് ഈ അമ്മ പഠിച്ചു തന്ന പാഠങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുക. അപ്പോഴാണ് ഹൃദയതുടിപ്പ് ഉണ്ടാവുക. ഈ ഹൃദയതുടിപ്പോട് ജീവിക്കാൻ സാധിച്ച നല്ല മനുഷ്യരായിട്ട് നമ്മൾ മാറും. പരിശുദ്ധമ്മയുടെ ഈ സന്നിധിയിൽ ഇരിക്കുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കുക, എത്രമാത്രം ഹൃദയതുടിപ്പോടുകൂടെ എനിക്ക് ജീവിക്കാൻ സാധിക്കുന്നുണ്ട്, എത്രമാത്രം മനുഷ്യത്തോടുകൂടെ നമ്മൾ ജീവിക്കാൻ സാധിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ എവിടെയോ എൻ്റെ ഉള്ളിൽ സ്നേഹം കുറഞ്ഞു പോയിട്ടുണ്ട്. കുറച്ചും കൂടെ ആത്മാർത്ഥമായി കുടുംബാംഗങ്ങളെ സ്നേഹിക്കാൻ, കുറച്ചുകൂടി ആത്മാർത്ഥമായി നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവരെ സ്നേഹിക്കാൻ, ആ സ്നേഹത്തിൽ നിന്ന് അവർക്ക് വേണ്ടി സേവനം ചെയ്ത് ജീവിതങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ അമ്മ പഠിപ്പിക്കും. ഓർക്കുക, ഗർഭം ധരിച്ച പരിശുദ്ധ അമ്മ ആദ്യം ചെയ്തത് തിടുക്കത്തിൽ ഇറങ്ങി ഓടി. നമ്മൾ ഒരുപാട് തവണ ധ്യാനിച്ചിട്ടുണ്ട്. ഒരു പ്രഗ്നന്റായ സ്ത്രീ ഇറങ്ങി ഓടാണ്. എന്തിനു വേണ്ടിയാ? എലീശോയെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ട്. സ്നേഹം ഗർഭം ധരിച്ചാൽ പിന്നെ കാലുകൾക്ക് റെസ്റ്റ് ഇല്ല, തിടുക്കം കൂടും. എന്തിനെ? മറ്റുള്ളവരെ സേവിക്കാനായിട്ട്. അമ്മയുടെ സന്നിധിയിലിരുന്ന് ഈ ചിന്തകൾ നമുക്ക് കൂട്ടായിരിക്കട്ടെ. കുറേം കൂടെ അമ്മ എന്ന് പറയുന്ന ആ മാതൃത്വത്തിലേക്ക് വളരാൻ, അതാണായാലും പെണ്ണായാലും ഹൃദയതുടിപ്പോടെ ജീവിച്ച നമ്മളൊക്കെ അമ്മമാരാകും. അതിനുള്ള വലിയ വരത്തിനായി ഈ കുർബാന മധ്യേ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടെ എല്ലാവർക്കും ഈ നല്ല ദിവസത്തിന്റെ പരിശുദ്ധമ്മയുടെ കോഞ്ചർമുത്തിയുടെ തിരുനാളിന്റെ ആശംസകൾ നേരുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.